ഗുഡ് മോർണിംഗ്. യോഹന്നാൻ സിമ്മിയാണ് കേട്ടോ. ഇന്നത്തെ വീഡിയോയിൽ എങ്ങനെ നമുക്ക് പെട്ടെന്ന് ഹെൽത്തി ആയിട്ട് ഒരു മുട്ട പുഴുങ്ങിയെടുക്കാം എന്നാണ് കാണിക്കുന്നത്. പുഴുങ്ങുന്ന മുമ്പ് മുട്ടകളെല്ലാം നമുക്കിങ്ങനെ വെള്ളത്തിൽ ഒന്ന് സിങ്ക് ചെയ്ത് വെക്കണം. നന്നായിട്ട് മുങ്ങി കിടക്കുന്ന മുട്ടയാണെങ്കിൽ അത് നല്ലതാണ്. ഫ്ലോട്ട് ചെയ്യുന്ന മുട്ടകൾ എടുക്കരുത്, കാരണം അത് കേടായ മുട്ടയാണ്. ഞാൻ മുട്ട പുഴുങ്ങാൻ വെക്കുമ്പം ഒരു 5 മുതൽ 7 മിനിറ്റ് വരെ മാത്രമേ അത് നന്നായിട്ട് തിളപ്പിക്കാറുള്ളൂ വെള്ളം. 10 മിനിറ്റ് 15 മിനിറ്റ് ഞാൻ വെക്കാറില്ല. ഇതുപോലെ 5 to 7 മിനിറ്റ്സ് മാത്രമേ ഞാൻ വെക്കാറുള്ളൂ. 7 മിനിറ്റ് കഴിയുമ്പോഴത്തേക്കും അതൊന്ന് അടിച്ചു വെക്കും. പിന്നെ ഒരു 2 മിനിറ്റും കൂടെ ഞാൻ ആ ചൂടുവെള്ളത്തിൽ അതുപോലെ തന്നെ മുട്ട വെക്കും. ചൂടുവെള്ളത്തിരിക്കുമ്പോൾ അതുപോലെ തന്നെ ആ കുക്കിംഗ് പ്രോസസ്സ് നടന്നുകൊണ്ടിരിക്കും. ആ 2 മിനിറ്റ് കഴിഞ്ഞാൽ ഞാൻ വെള്ളം റീപ്ലേസ് ചെയ്തിട്ട് നല്ല പച്ചവെള്ളത്തിലേക്ക് മുട്ട വെക്കും. അത് കഴിഞ്ഞ് അതിലേക്ക് ഒരു 3-4 പിടി ഐസ് ക്യൂബ്സ് ഇട്ടിട്ട് അതൊന്ന് മൂടി വെക്കും. ഒരു 3 മിനിറ്റ് അല്ലെങ്കിൽ 2-3 മിനിറ്റ് മാത്രമേ ഞാൻ അതങ്ങനെ വെക്കാറുള്ളൂ. ഐസ് ക്യൂബ്സ് ഇടുമ്പോഴത്തേക്ക് അതിൻ്റെ കുക്കിംഗ് പ്രോസസ്സ് സ്റ്റോപ്പ് ആവും. ഇനി ഇതിനകത്ത് ഞാൻ കാണിക്കാൻ പോകുന്നത് മുട്ട പൊളിക്കാനുള്ള രീതികളാണ്. ഞാൻ 3 രീതികളാണ് യൂഷ്വലി ചെയ്യാറ്, അതുകൊണ്ട് ഞാൻ ഈ 3 എണ്ണം കാണിക്കുന്നത്. ഒന്ന് ഇങ്ങനെ സ്പൂൺ കൊണ്ട് തന്നെ സ്പൂണൊന്ന് ഇൻസേർട്ട് ചെയ്തിട്ട് ഇതുപോലെ ഒന്ന് റൊട്ടേറ്റ് ചെയ്താൽ മതി. സ്ലോലി ഒന്ന് റൊട്ടേറ്റ് ചെയ്യുമ്പോഴത്തേക്കും അതിൻ്റെ ഷെല്ലൊക്കെ താനെ ഇങ്ങനെ പൊട്ടി പൊട്ടി വരും. പിന്നെയുള്ള രീതി ഇതുപോലെ ബാങ്ക് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് റോൾ ചെയ്യുക. ഒന്ന് അടിച്ചു കഴിഞ്ഞിട്ട് ഒന്ന് റോൾ ചെയ്യുമ്പോഴത്തേക്കും അതിൻ്റെ ഷെല്ല് അങ്ങ് വിട്ടു പോരും. അപ്പോൾ കൈകൊണ്ട് നമുക്ക് പൊളിക്കാനായിട്ടത് എളുപ്പമായിരിക്കും. പിന്നെയുള്ള രീതി നമ്മളെല്ലാവരും ചെയ്യുന്ന പോലെ ഇതുപോലെ പൊളിച്ച് എടുക്കുക എന്നുള്ളത്. മോസ്റ്റ്ലി ഞാൻ ചെയ്യുന്നത് നന്നായിട്ട് അടിച്ചിട്ടൊന്ന് റോൾ ചെയ്തെടുക്കുക ചെയ്യുന്നത്. അപ്പോൾ അത് പെട്ടെന്ന് അങ്ങനെ വിട്ടുപോരും. ഇതിപ്പോൾ നമുക്ക് നന്നായിട്ട് വെന്തിട്ടുണ്ട് മുട്ട. സോഫ്റ്റ്നെസ് ഞാൻ കാണിക്കുന്നതാണ്. സോഫ്റ്റ്നെസ്സും നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മുട്ട തന്നെയാണ്. നമ്മൾ ഇത്ര നേരം 7 മിനിറ്റ് മാത്രമേ വെച്ചുള്ളൂ, കുക്ക് ചെയ്തുള്ളൂ. പിന്നെ തണുത്ത് വെള്ളത്തിൽ വെക്കുമ്പം ചിലർക്ക് സംശയമായിരിക്കും നന്നായിട്ട് വെന്തിട്ടുണ്ടാവോ ഇല്ലയോ എന്ന്. നന്നായിട്ട് വെന്തിട്ടുണ്ടാവും. ഞാൻ ഈ മുറിച്ച് കാണിക്കുന്നതിന് വേണ്ടിയാണ്. അതിൻ്റെ ഉള്ളിലുള്ള ഉണ്ണിയൊക്കെ ആണെങ്കിൽ മുട്ടേൻ്റെ ഉണ്ണിയൊക്കെ നന്നായിട്ട് കുക്കായിട്ടുണ്ടാവും. വെള്ളം തിളപ്പിക്കുമ്പം ഉപ്പിടുന്ന കാര്യം ഞാൻ ഇതിനകത്ത് പറയാത്തത്, ഞാൻ ഒരിക്കലും അങ്ങനെ ഇടാറില്ല. അതുകൊണ്ടാണ് ഞാൻ പറയാതിരുന്നത് കേട്ടോ. ഉപ്പിടേണ്ടവർക്ക് ഉപ്പിടാം, നോ പ്രോബ്ലം. അപ്പോൾ ഇതാണ് ഈസി ആയിട്ട് നമുക്ക് മുട്ട പുഴുങ്ങിയെടുക്കാൻ പറ്റുന്ന ഒരു രീതി. താങ്ക് യു ഫോർ വാച്ചിങ്.